കണ്ണിൽ ഊറിവന്ന കണ്ണുനീർ തീർത്ത മറയത്തിൽ മുന്നിലെ ദീപങ്ങളുടെ ശോഭ അവ്യക്തമായിക്കൊണ്ടിരുന്നു. ഉള്ളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടാൻ വെമ്പി നിൽക്കുന്ന കണ്ണുനീർ ഉറവയെ അടക്കാൻ അവനും നന്നായി പാടുപെട്ടു. അവൾ അകന്നു പോകുമ്പോൾ ചുറ്റുമുള്ള ലോകം നിശ്ചലമാവുന്നത് പോലെ തോന്നി. മരണത്തേക്കാൾ അനിശ്ചിതത്വമാണ് പ്രണയത്തിലുള്ളത്. ഉയിരിനെ മറ്റുയിരിലേക്ക് ചേർക്കപ്പെടേണ്ടായി. കണ്ണികൾ മുറിച്ചു മാറ്റപ്പെടുമ്പോൾ നെഞ്ചകത്ത് ചോര പൊടിയും. മുഹൂർത്തത്തിന് സമയേ, ചെക്കനെ വിളിച്ചോളൂ. അല്ല, അനിയെവിടെ വെച്ചു? അനിയെവിടെ? കൃഷ്ണന്റെ ശബ്ദം കേട്ടത് ഞെട്ടലോടെ അവൻ അമ്മുവിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചു. അവൻ ഫ്രണ്ട്സിന്റെ കൂടെ വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് എവിടെ കാണുന്നില്ലല്ലോ. നീ ഇങ്ങനെ ടെൻഷനാവാതെ നന്നാ, അവരിങ്ങെത്തിക്കോളും. ആ ദാ വന്നല്ലോ. കൃഷ്ണന്റെ വാക്കുകൾ കേട്ടതും എല്ലാവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. ചിരിയോടെ വരുന്ന മൂവർ സംഘത്തിലേക്ക് ഒരു വേള എല്ലാവരുടെയും കണ്ണുകൾ പതിഞ്ഞു. നന്ദന്റെ ചുമലിൽ ചേർത്ത കൈ പിൻവലിച്ച് കൃഷ്ണൻ വേഗത്തിൽ അവർക്കടുത്തേക്ക് നടന്നു. അനിയെവിടെ? അവനോട് വേഗം വരാൻ പറ. കൃഷ്ണൻ പറഞ്ഞത് കേട്ടവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അനിയോ? അനി ഞങ്ങളുടെ കൂടെ ഇല്ല അങ്ങളെ. അവൻ മുന്നേ ഇങ്ങോട്ട് പുറപ്പെട്ടതാണല്ലോ. അവരുടെ വാക്കുകൾ എല്ലാവരിലും നടുക്കം സൃഷ്ടിച്ചു. നിങ്ങളുടെ കൂടെ അവൻ വരുമെന്നല്ലേ പറഞ്ഞത്? പിന്നെ അവൻ എവിടെ പോവാനാ? മനസ്സിൽ മുന്നിട്ട് നിൽക്കുന്ന വികാര വിചാരങ്ങളെ അടക്കി നിർത്തി വിച്ചു അവർക്കടുത്തേക്ക് വന്ന് ചോദിച്ചു. നീയല്ലേ വിച്ചു അവനോട് വേഗം അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞ് ഫോൺ വിളിച്ച്? നിന്റെ പുറകെ തന്നെ കാറുമായി അവൻ ഇറങ്ങിയിരുന്നു. ഞാനോ? ഞാൻ ഈ വിളിച്ചിട്ടില്ല. നടുക്കത്തോടെ വിച്ചു അത് പറയുമ്പോൾ പലരിലും സംശയങ്ങൾ നിറഞ്ഞിരുന്നു. കൂടി നിൽക്കുന്ന പല ഭാഗങ്ങളിൽ നിന്നും മുറുമുറുപ്പുകൾ തുടങ്ങിയതും നന്ദൻ ആശ്രയത്തിനെന്നോണം കൃഷ്ണനെ പിടിച്ചു അയാൾ ഒന്നുമില്ലെന്ന രീതിയിൽ നന്ദനെ ആശ്വസിപ്പിച്ചു. വിതുമ്പിക്കരയുന്ന ജയയെ ആശ്വസിപ്പിക്കുന്ന കൂട്ടത്തിൽ ഭാമിനിയുടെ കണ്ണുകൾ നിർജീവമായി നിൽക്കുന്ന അമ്മുവിനെ നോക്കി കണ്ണുനീർ വാർക്കുന്നുണ്ടായിരുന്നു. ലച്ചുവും പാറുവും എന്ത് പറഞ്ഞ പെണ്ണിനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ നോവോടെ നിന്നു. അനിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വിച്ച് പറഞ്ഞത് കേൾക്കെ കൃഷ്ണൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ചെക്കനോട് പെട്ടെന്ന് വരാൻ പറയാ, മുഹൂർത്തം കഴിയാറായി. പൂജാരി പറഞ്ഞത് എല്ലാവരുടെയും നോട്ടം ഒരു വേള അമ്മുവിലേക്കായി. നോവോടെ അവളിൽ നിന്നും നോട്ടം പിൻവലിച്ച് കൃഷ്ണൻ അമ്മുവിനെ തന്നെ നോക്കി നിൽക്കുന്ന വിച്ചുവിൻ്റെ കൈകളിൽ പിടിച്ചതും അവൻ അയാളെ ഒന്ന് നോക്കി. നിന്നോട് ഒരു അപേക്ഷയായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അയാളുടെ കണ്ണുകളിൽ പൊടിഞ്ഞ നീർക്കണത്തെ നോക്കി എന്തെന്ന രീതിയിൽ അവൻ നിന്നു. ഞങ്ങളുടെ അമ്മൂട്ടിയെ മോൻ സ്വീകരിക്കണം. നിന്റെ കാലം അമ്മടിക്കാം. തിരിച്ചു നിൽക്കുന്ന ബിച്ചുവിൻ്റെ കാൽക്കൽ വീഴാൻ പോയ കൃഷ്ണനെ ഞെട്ടലോടെ അവൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇനി താലി കെട്ടിക്കോളാം. വിറയാർന്ന കയ്യാലെ താലിയേറ്റ് വാങ്ങിയവൻ മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ ഒന്ന് നോക്കി. തല താഴ്ത്തിയാണ് നിൽപ്പ്. പക്ഷേ കവിളിലൂടെ ഒളിച്ചിറങ്ങുന്ന കണ്ണുനീർ തീച്ചൂള പോലെ അവൻ്റെ നെഞ്ചിലേക്ക് തറഞ്ഞു കയറി. കണ്ണുകൾ ഇറുക്കി അടച്ചവൻ ആ പെണ്ണിനെ പതിയാക്കി മാറ്റി. സിന്ദൂരരേഖ ചുവപ്പിക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി അവിടെ പതിച്ചു. കഴുത്തിൽ പതിന് താലിയിൽ നെറുകയിൽ ഇറ്റി വീണ അവൻ്റെ കണ്ണുനീർ തുള്ളിയും അവളെ ചുട്ടുപൊള്ളിച്ചു കൊണ്ടിരുന്നു. എങ്കിലും വേണ്ടെന്ന് പറയാൻ നാവ് ചലിച്ചിരുന്നില്ല. ശബ്ദം എങ്ങോ കുരുങ്ങിയ പോലെ. തൊണ്ടയിൽ നിന്നും ഒരു നോവ് പ്രവഹിക്കുന്നു. ചലനം പോലും നിശേഷം നഷ്ടമായ പോലെ. ജീവനുണ്ടെന്ന് തെളിയിക്കാനായി ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ മാത്രം. സമ്മതത്തിനായി കാൽക്കിലേക്ക് വീഴാൻ നിന്ന ജയെ കണ്ണുകളിൽ അപേക്ഷ നിറച്ചു നോക്കുന്ന നന്ദനും കൃഷ്ണനുമെല്ലാം അവനുള്ളിൽ നടുക്കം സൃഷ്ടിച്ചിരുന്നു. അപേക്ഷ പോലെ എല്ലാവരുടെയും നോട്ടം അവനിലേക്ക് എത്തുമ്പോൾ അവൻ്റെ മിഴികൾ തേടിയത് അമ്മുവിനെയായിരുന്നു. എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അവളുടെ നിസ്സംഗത ഭാവവും മൗനവും അവനെ കുത്തി നോവിച്ചു. എന്നെ ഓർത്താണ് വിച്ചേട്ടൻ പിന്മാറാൻ നിൽക്കുന്നത്. അച്ഛനും ജന്മയ്ക്കും പറയാനുള്ളത് തന്നെയാ വിച്ചുവിനും പറയാനുള്ളത്. അവിടെ തകർന്നു നിൽക്കുന്നേ എൻ്റെ ജീവന വിച്ചേട്ട. അവളുടെ കണ്ണ് നിറഞ്ഞാൽ ഇടയുന്ന എൻ്റെ കൂടെ നെഞ്ച. അവളെ വിച്ചേട്ടൻ താലി കെട്ടണം. നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളെ ഒരു ചിരിയോടെ അടക്കി നിർത്തിയവൾ അവനോട് പറഞ്ഞത് കേൾക്കെ ദയനീയതയോടെ അവൻ അവളെ ഒന്ന് നോക്കി. ചെറുചിരിയോടെ ഗീത സമ്മതം നൽകി. സമ്മതമായി ഒന്ന് മൂളിയവൻ ആ പെണ്ണിനടുത്ത് നിൽക്കുമ്പോഴും അനിയുടെ തിരോധാനം ഉള്ളിൽ സംശയത്തിൻ്റെ കനൽ വാരിയിട്ടിരുന്നു. മോനെ വിച്ചു,
നിന്നെ വിശ്വസിച്ച് അമ്മ അവനെ ഏൽപ്പിക്കുക. കൈവിട്ടേക്കല്ലേടാ, നിങ്ങളുടെയൊക്കെ ജീവന. തൻ്റെ കയ്യിലേക്ക് അമ്മുവിൻ്റെ കൈ ചേർത്ത് നന്ദൻ പറഞ്ഞത് ഒരച്ഛൻ്റെ മനസ്സിൻ്റെ വേവലാതി അവൻ തിരിച്ചറിയുകയായിരുന്നു. ആ പെണ്ണിൻ്റെ കൈകളിൽ പിടിമുറുക്കുമ്പോൾ ഇനി എന്തെന്നത് അവൻ്റെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിന്നു. പ്രിയപ്പെട്ടവരെ വിട്ടകലുമ്പോഴുള്ള വേദന എത്ര കരഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒന്നാണ്. അമ്മുവിനെയും ബിച്ചുവിനെയും വഹിച്ച വാഹനം കൺമുന്നിൽ നിന്നും മറയുന്നത് നോക്കി അവരവിടെ നിന്നു. കൂട്ടത്തിൽ ലച്ചുവിൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി നിലത്തേക്ക് ഇറ്റി മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നു. എങ്കിലും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. വലതുകാലി വെച്ച് കയറും മോളെ. 5 തിരിയിട്ട നിലവിളക്ക് അവൾക്ക് നേരെ നീട്ടി ഗീത പറഞ്ഞത് കേട്ടത് വിച്ചു അമ്മുവിനെ ഒന്ന് നോക്കി. എന്തോ ചിന്തയിലാണ്ടിരിക്കുകയാണ്. ചുറ്റും നടക്കുന്നതൊന്നും അറിയുന്നില്ല. അമ്മു, ഗീതയുടെ വിളി വന്നതും ഞെട്ടലോടെ അവൾ വിളി കേട്ടു. വിളക്ക് വാങ്ങി വലതുകാലി വെച്ച് കയറും മോളെ. അവൾ തലയാട്ടി വിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് കയറിയതും അവൾക്ക് പുറകെ അവനെ കയറി. പൂജാറൂമിൽ വിളക്ക് വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നവളെ ഒരു നിമിഷം അവൾ നോക്കി നിന്നു. എന്തായിരിക്കും അവളുടെ പ്രാർത്ഥന? ദീർഘസുമംഗലി ആയിരിക്കണമെന്നോ അതോ അവളുടെ അനിയനെ കുറിച്ചാവുമോ? ചിന്തകൾ വേട്ടയാണ്. സത്യം എന്താണെന്ന് അറിയാമെങ്കിലും ആഗ്രഹിക്കുന്നു. കൊതിക്കുന്ന പെണ്ണെ, എൻ്റെ താലിയണിഞ്ഞ് നീ എന്നും നിന്നോടൊപ്പം ഉണ്ടാവണമെന്ന്. സ്വാർത്ഥനായി പോകുന്നു ഞാൻ നിന്നോടുള്ള പ്രണയത്തിൽ. ഏട്ടത്തി. പാറുവിൻ്റെ വിളി കേട്ടതും ഞെട്ടലോടെ അമ്മു അവളെ നോക്കി. ചിരിയോടെ തനിക്കടുത്ത് നടന്നു വരുന്ന പെണ്ണ്. ഇവർക്കൊന്നും അല്പം പോലും തന്നോട് വിരോധമില്ല. ഏട്ടത്തി, ഇവിടെ നിൽക്കാതെ വായോ. അമ്മ പറഞ്ഞു ഇതൊക്കെ ഒന്ന് അഴിച്ചു വെക്കാൻ സഹായിക്കാൻ. എന്നത്തെയും പോലെ കലവിലും കൂട്ടി എന്തൊക്കെയോ ലച്ച് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മനസ്സിനെ പോലെ ശരീരവും അസ്വസ്ഥമാവുന്നു. കൈകൾ വയറിനെ പൊതിഞ്ഞു. എല്ലാം അഴിച്ചു മാറാനുള്ള ഡ്രസ് തന്ന് ഫ്രഷ് ആവാൻ പറഞ്ഞ് പാറു പുറത്തേക്ക് ഇറങ്ങിയതും അതുവരെ പിടിച്ചു വെച്ചതല്ല പൂക്കൂടെ പുറത്തേക്ക് വന്നു. ലച്ചുവിനെ ഓർക്കി സ്വയം വെറുപ്പ് തോന്നി. ഒരു നിമിഷത്തെ തൻ്റെ മൗനം കാരണം തകർന്നത് അവളും വിച്ചേട്ടനും സ്വപ്നം കണ്ട ജീവിതമാണ്. നെറുകയിൽ സിന്ദൂരത്തോടൊപ്പം വിച്ചേട്ടൻ്റെ കണ്ണുനീർ തുള്ളി പതിഞ്ഞിടം ഇപ്പോഴും തന്നെ ചുട്ടുപൊള്ളിപ്പിക്കുന്നതായി തോന്നി അവൾക്ക്. ആ കണ്ണുകൾ നിറയാൻ കാരണമെന്താണ്? അതേ പ്രണയം നഷ്ടപ്പെടുമ്പോഴുള്ള വിച്ചേട്ടൻ്റെ വേദന. എന്തിനാ അനിയേട്ടാ ഇങ്ങനെ ഒരവസ്ഥയിലാക്കി പോയി മറിഞ്ഞത്? ഓരോന്നോർക്കെ ഹൃദയം പൊട്ടുന്ന വേദന തോന്നിയപ്പോൾ അവൾ ആർത്ത് കരഞ്ഞു. ഇതേ സമയം റൂമിന് പുറത്തു നിന്നവൻ ആ പെണ്ണിനെ നോക്കി ഒലിച്ചിറങ്ങുന്ന കണ്ണിനെ തുടച്ചു തിരിഞ്ഞു നടന്നു. അറിയാം മോളുടെ മനസ്സിപ്പോൾ എന്താണ്, പക്ഷേ ഇതാണ് ദൈവനിശ്ചയം എന്ന് വിചാരിക്കുക. പരസ്പരം മനസ്സിലാക്കി അധികം വൈകാതെ ഒരു ജീവിതം തുടങ്ങുക. കേട്ടോ അമ്മൂട്ടിയെ? അവളുടെ കവിളിൽ തഴുകി അവർ പറഞ്ഞതും അവളൊന്ന് നേർമയിൽ ചിരിച്ചു. ഒക്കെ ശരിയാവും. മോള് പാല് പിടിച്ച് റൂമിലേക്ക് ചെന്നോ. ഗീതയുടെ കയ്യിൽ നിന്ന് പാൽ ഗ്ലാസ് വാങ്ങി കോണി കയറി മുകളിലേക്ക് എത്തുമ്പോൾ കയ്യിലെ വിറ കാരണം ഗ്ലാസ് തുളുമ്പി കയ്യിലൂടെ പാൽ ഒലിച്ചിറങ്ങിയിരുന്നു. പാതി ചാരിയിട്ട ഡോർ തുറക്കുമ്പോൾ ഏതോ രാവുകളിൽ മനസ്സിനെ കുളിരകിയ ഇതേപോലുള്ള ഒരു സ്വപ്നം തെളിഞ്ഞു നിന്നു. തന്നെ പ്രണയത്തോടെ നോക്കുന്ന, ചേർത്ത് പിടിക്കുന്ന, തന്നിൽ കുസൃതികൾ കാണിക്കുന്ന വിച്ചേട്ടനും ഒപ്പമുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഇന്ന് അതെല്ലാം തന്നെ കുത്തി നോക്കുന്നു. അർഹതയില്ലാത്തതാണ് തനിക്ക് ഈ ജീവിതം. തൻ്റെ ലച്ചുവിൻ്റെ അവകാശമാണ് ഇന്ന് എന്നിലേക്ക് ചേർക്കപ്പെട്ടത്. ഒരു നിമിഷം കഴുത്തിലെ താലിയിൽ പിടിമുറുക്കി. വേണ്ട ലച്ചു, നിന്നെ വേദനിപ്പിച്ചൊരു ജീവിതവും എനിക്കില്ല. വിച്ചേട്ടൻ റൂമിലില്ലാത്തത് അവൾക്കൊരു ആശ്വാസം തന്നെയായിരുന്നു. പാല് അടുത്തുള്ള ടേബിളിലേക്ക് വെച്ചവൾ ബെഡിലേക്ക് ഇരുന്നു. ഓർമ്മകളും ചിന്തകളും വീണ്ടും വേട്ടയാടുന്നതും അതിൻ്റെ ഫലമായി കണ്ണുകൾ പെയ്തിറങ്ങുന്നതും അവൾ അറിയുന്നുണ്ടായിരുന്നു. ഇടയ്ക്കെപ്പോഴോ ക്ഷീണം കാരണം കണ്ണുകൾ അടയ്ക്കുമ്പോൾ വാതിൽക്കലിൽ നിൽക്കുന്നൊരു മങ്ങിയ രൂപം കണ്ടു. ചുറ്റും പേടിയോടെ അവൾ കണ്ണോടിച്ചു. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടത് തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന പിഞ്ചോമനയിലേക്ക് അവളുടെ കണ്ണുകൾ ചെന്നു. നിമിഷനേരം കൊണ്ട് കണ്ണുകളിൽ വാത്സല്യം നിറഞ്ഞു. കുഞ്ഞു വിരലുകൾ വായിലിട്ട് നുണഞ്ഞുകൊണ്ട് അവളെ നോക്കി കുഞ്ഞൊന്ന് ചിരിച്ചത് അതവളുടെ ചുണ്ടിലേക്കും പകർന്നു. പെട്ടെന്നാണ് മുന്നിലൊരു പുകമയം നിറഞ്ഞത്.
കുഞ്ഞിൽ നിന്ന് അവളുടെ ശ്രദ്ധ അങ്ങോട്ടേക്കായി. കുഞ്ഞിൻ്റെയും അവളുടെയും അടുത്തേക്ക് ചിരിയോടെ നടന്നെടുക്കുന്ന ചെറുപ്പക്കാരൻ. അവനെ കണ്ടതും അവളുടെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു. അവൾക്കടുത്തെത്തിയതും അവൻ കുഞ്ഞിനെയും അവളെയും മാറി മാറി നോക്കി. നമ്മളെ കുഞ്ഞാ. സന്തോഷത്താലെ അവൻ്റെ കൈപിടിച്ച് അവൾ പറഞ്ഞതും കുഞ്ഞിനെ തലോടിയിരുന്ന കൈകൾ നിശ്ചലമായി. രൂക്ഷമായ കണ്ണോടെ അവളെയും കയ്യിൽ കിടക്കുന്ന കുഞ്ഞിനെയും അവൻ നോക്കി. ഇതെൻ്റെ കുഞ്ഞല്ലേ? അതും പറഞ്ഞവൻ അവളുടെ കൈ തട്ടി മാറ്റി അതിവേഗത്തിൽ തിരിഞ്ഞു നടന്നു. അവനടുത്തെത്താൻ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചവൾ ഓടി അടുത്തെങ്കിലും വന്ന പോലെ ഒരു പുകമയം പോലവൻ അവർക്ക് മുന്നിൽ നിന്നും അകലേക്ക് മാഞ്ഞിരുന്നു. വിച്ചേട്ടാ, പോവാതെ. ഞെട്ടലോടവൾ ചാടി എഴുന്നേറ്റു. നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. കൺമുന്നിൽ എപ്പോഴും കനലെറിയുന്ന നോട്ടത്തൊന്നും തങ്ങളിലേക്ക് നിന്നകലുന്ന വിച്ചേട്ടനാണ്. ചങ്കു പൊട്ടുന്ന പോലെ തോന്നി. ഇനി കിടന്നാലും ഉറക്കം വന്നവളെ തഴുകില്ലെന്ന് മനസ്സിലായത് അവൾ ബെഡിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റു. കൊണ്ടുവച്ച പാല് കട്ട പിടിച്ചു കിടക്കുന്നു. ഡോർ താൻ ചാരിയിട്ട പോലെ തന്നെ. വിച്ചേട്ടൻ വന്നിട്ടില്ലെന്ന് മനസ്സിലായി. നെഞ്ചിലൊരു കുഞ്ഞു നോവ്. ഒന്ന് നിശ്വസിച്ചവൾ പാല് ബാത്റൂമിലെ വാഷ് ബേസിലേക്ക് ഒഴിച്ച് ഗ്ലാസ് കഴുകി ടേബിളിലേക്ക് വെച്ച ശേഷം ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് കയറി. ബാത്റൂമിലെ മിററിൽ പതിഞ്ഞ തൻ്റെ രൂപത്തിലേക്ക് തന്നെ ഒരു നിമിഷം അവൾ നോക്കി നിന്നു. ചുവപ്പ് മാഞ്ഞു കിടക്കുന്ന സിന്ദൂര രേഖയും കഴുത്തിൽ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന താലിമാല. മകളിൽ നിന്ന് ഭാര്യ എന്ന പദവിയിലെത്തി നിൽക്കുന്നു. അല്ല, അമ്മ എന്ന പദവി. കൈകൾ വയറിനെ തഴുകിയതും വിതുമ്പുന്ന ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു. ഷവറിലൂടെ തണുത്ത വെള്ളം തലയിലൂടെ ശരീരത്തിലേക്ക് ഊർന്നിറങ്ങുമ്പോൾ അല്പം ആശ്വാസം തോന്നിയ പോലെ. മാറിൽ നനഞ്ഞൊട്ടിക്കിടക്കുന്ന താലി കണ്ടത് ലച്ചുവിൻ്റെ മുഖം മനസ്സിൽ തിളങ്ങി. മനസ്സ് കൈവിട്ടു പോകുമെന്ന് തോന്നിയതും കണ്ണുകൾ ഇറുക്കി അടച്ചവൾ ഷവർ ഓഫാക്കി തല തോർത്തി ഡ്രസ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് എടുത്തിട്ടില്ലെന്ന് ഓർമ്മ വന്നത്. ഇട്ടുവന്ന ഡ്രസ്സ് വെള്ളത്തിൽ കിടക്കുന്നത് കണ്ടത് സ്വയം തലയിൽ കൈ ചേർത്തുപോയി. അവസാനം ടവൽ കൊണ്ട് കുളിമുണ്ട് ചുറ്റുന്ന പോലെ മാറുമറയ്ക്കുന്ന രീതിയിൽ ഉടുത്ത ശേഷം ഡോർ തുറന്ന് തല മാത്രം പുറത്തേക്കിട്ട് വിച്ചേട്ടൻ റൂമിലില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പുറത്തേക്കിറങ്ങി. പാറു പറഞ്ഞിരുന്നു വിച്ചുവിൻ്റെ കാർഡ്ബോർഡിൽ തനിക്കുള്ള ഡ്രസ്സ് ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് തന്നെ നേരെ കാർഡ്ബോർഡ് തുറന്ന് കയ്യിൽ കിട്ടിയ ലെഗിൻസും ടോപ്പും എടുത്ത് കബോർഡ് അടയ്ക്കവെയാണ് പുറത്തു നിന്ന് ഡോർ തുറന്ന് വിച്ചു അകത്തേക്ക് കയറി.